പോറ്റി കേറി കേറി എവിടെ എത്തിയെന്ന് കാലം തെളിയിക്കാതെ പോവില്ല. എന്താ കാരണം അറിയോ? സത്യത്തിന്റെ പുലിപ്പുറത്ത് കയറി അയ്യപ്പൻ വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പമ്പ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറി. അയ്യപ്പൻ ജനിച്ച പന്തളം മുനിസിപ്പാലിറ്റി BJP-യുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിന്റെ പുലിപ്പുറത്ത് കയറി അയ്യപ്പന് മെല്ലെ മെല്ലെ വരുന്നുണ്ട്. വന്നോളും, വെയിറ്റ് ആൻഡ് സീ. ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കോൺഗ്രസ് BJP-ക്കുള്ളതാണ്. അതാ സഖാവ് കൂടെ പറഞ്ഞേ, മറ്റത്തൂരടക്കം. ഞാൻ വിശദീകരണത്തിൽ കിടക്കുന്നില്ല, സമയം കിട്ടുകയാണെ പറയാ. ഇല്ലേ, അവരൊക്കെ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ക്യൂ നിന്നിട്ട് കാണാൻ കഴിയാത്ത ജനപത് 10-ന്റെ വാതിൽ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗ്, ജമാഅത്തെ ഇസ്ലാമിക്കാരാ, ഒന്ന് ഇസ്ലാമിന്റെ പേരിൽ, ഒന്ന് മുസ്ലിമിന്റെ പേരിൽ, രണ്ട് സംഘടനകൾ ഇല്ലേ. നിങ്ങൾ മറക്കാൻ പാടുണ്ടോ ഗുജറാത്ത് കലാപം? ഗുജറാത്ത് കലാപം നിങ്ങൾ മറക്കാൻ പാടുണ്ടോ? ആ ഗുജറാത്ത് കലാപത്തിൽ ആയിരങ്ങൾ ആട്ടിയോടിക്കപ്പെട്ടു, ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ആ ഗുജറാത്തിന്റെ കൊടും കലാപം മുറ്റി നിൽക്കുന്ന സമയത്ത് നൂറുകണക്കിന് ആളുകൾ, RSSകാരും ബജ്രംഗ് ദളുകാരും കൊലവിളിച്ച് ആട്ടിയോടിച്ചപ്പോ അവർ ഓടിക്കേറി ചെന്നത് എങ്ങോട്ടാണെന്നറിയോ? ഈസാൻ ജിഫ്രി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പറുടെ വീട്ടിലേക്ക്. എന്തേ അവിടെ കോടാൻ? അദ്ദേഹം ഒരു പാർലമെന്റ് മെമ്പറാണ്. അവിടെയാകുമ്പോൾ സുരക്ഷിതമായിരിക്കും, ആക്രമിക്കപ്പെടില്ല എന്ന വിശ്വാസത്തിൽ ആ വീടിനകത്തേക്ക് കയറി അഭയാർത്ഥികളായി ഓടി വന്ന ആളുകളെ അകത്ത് കയറ്റി ഈസാൻ ജിഫ്രി ആ വീടിന്റെ വാതിലടച്ചു. പുറത്ത് ഗഡ്ഗങ്ങളും വാളുകളും ഉയർന്നു. RSSന്റെ ബജ്രംഗ് ദളിന്റെ അട്ടഹാസങ്ങളും കൊലവിളികളും ഉയർന്നു. ഈസാൻ ജിഫ്രി എന്ത് ചെയ്തു? അദ്ദേഹം നേരെ ജനപത് 10-ലേക്ക് വിളിച്ചു. സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക്. എന്താ കാരണം? ഒന്ന്, സോണിയാഗാന്ധിയുടെ കൂടെ ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന മനുഷ്യനാണ് ഈസാൻ ജിഫ്രി. കോൺഗ്രസിന്റെ പാർലമെന്റ് മെമ്പറാണ്. ആ ധൈര്യത്തിലാണ് AICCയുടെ പ്രസിഡന്റ് ആയിരുന്ന സോണിയാഗാന്ധിയെ വിളിച്ചത് ജനപത് 10-ലേക്ക്. എന്താ ജനപത് 10-ൽ നിന്ന് വന്ന മറുപടി? ഞങ്ങൾ ഇങ്ങ് ദൂരെ ഡൽഹിയിലാണ്, നിങ്ങൾ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിക്കൂ. ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ച ഈസാൻ ജിഫ്രിക്ക് കിട്ടിയ മറുപടി, നീ മുസ്ലിമാ, നീ മുസ്ലിമാ, അതുകൊണ്ട് നീ അനുഭവിക്കേണ്ടി വരും. ഇത് നാസിർ കൊളായിയുടെ ബഡായി അല്ല. ഈസാൻ ജിഫ്രിയുടെ ഭാര്യ സാക്കിയ ജഫ്രിയുടെ പുസ്തകമുണ്ട്, എടുത്ത് വായിക്കണം, ലീഗും ജമാഅത്തും. ആ സാക്കിയ ജഫ്രിയുടെ പുസ്തകത്തിൽ പറയുന്നു, നീ മുസ്ലിമാ, നീ അനുഭവിക്കണം എന്ന് പറഞ്ഞ മറുപടി. ആരാ സാക്കിയ ജഫ്രി? തന്റെ പ്രിയപ്പെട്ട മകളെ RSSകാര് കൺമുമ്പിലിട്ട് കൂട്ടമാനഭംഗം ചെയ്യുന്നത് കാണാൻ വിധിക്കപ്പെട്ട ദുർഗതി ഉണ്ടായ സ്ത്രീയാണ്. അവരെ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് പെട്രോൾ ഒഴിച്ച് പച്ചക്ക് കത്തിക്കുമ്പോ കൺമുമ്പിൽ കണ്ടു നിന്ന അമ്മയുടെ ഉമ്മയുടെ പേരാണ് സാക്കിയ ജഫ്രി. തന്റെ ഭർത്താവ് പാർലമെന്റ് മെമ്പറായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ഈസാൻ ജിഫ്രിയെ പച്ചക്ക് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് കാണേണ്ടി വന്ന സ്ത്രീയുടെ പേരാണ് സാക്കിയ ജഫ്രി. ബഹളത്തിനിടയിൽ മറഞ്ഞു വീണ ഒരു പലകയുടെ മറവിൽ നിന്ന് അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടവർ ഇല്ലേ. ആ ജനപത് 10-ന്റെ വാതില് അവരുടെ മുമ്പിൽ തുറന്നോ? തുറന്നില്ല. ആ വിളി കേട്ടോ? കേട്ടില്ല. ഈ സംഭവത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്നു ഗുജറാത്തിൽ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ചും CPM-ന്റെ സ്ഥാനാർത്ഥികൾ, ഞാൻ വരുന്നത് മത്തായി ചാക്കോയുടെ മണ്ഡലത്തിൽ നിന്നാണ്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, പ്രത്യേകിച്ചും തിരുവമ്പാടി മണ്ഡലത്തിൽ, തിരുവമ്പാടി അസംബ്ലിയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് മത്തായി ചാക്കോയുടെ ബലികുടീരത്തിന് മുമ്പിൽ പോയി പുഷ്പാർച്ചലികൾ അർപ്പിച്ച് ഇൻകുലാബ് വിളിച്ചിട്ടാണ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കാൻ പോവുക. ഗുജറാത്ത് കലാപം കഴിഞ്ഞ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എവിടെ നിന്ന് പ്രചരണം ആരംഭിക്കണം? ഈ ഗുജറാത്ത് കലാപത്തിന്റെ രക്തസാക്ഷിയായ ഈസാൻ ജിഫ്രിയുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കണം. പോയില്ല എന്ന് മാത്രമല്ല, കണ്ടില്ലായിരുന്നോ നിങ്ങൾ വേഷഭൂഷാദികൾ? രാഹുൽ ഗാന്ധി ശിവനായി നിൽക്കുന്നു ഇല്ലേ, പ്രിയങ്ക പാർവതിയായി നിൽക്കുന്നു. എന്നിട്ട് ആ വേഷത്തോടുകൂടി എന്താ രാഹുൽ പ്രഖ്യാപിച്ചത്? രാമനെതിരെ ശിവൻ. ശ്രീരാമനാണ് RSSന്റെ ആയുധമെങ്കിൽ ഞങ്ങൾ ശിവന്റെ ആരാധകരാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയ കോൺഗ്രസ് ഇല്ലേ. ഞാൻ ചോദിക്കട്ടെ, നീതിക്ക് വേണ്ടി ഈസാൻ ജിഫ്രിയുടെ ഭാര്യ സമീപിച്ചപ്പോ നിങ്ങളുണ്ടായിരുന്നോ? ഈ ജനപത് 10-ലെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നോ? ഇല്ല. ആരാണ്ടായത്? ബൃന്ദ കാരാട്ട് അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ് അവരുടെ കൂടെ നിന്നത്. ലീഗ് മനസ്സിലാക്കിക്കോ, ഈ നാട്ടിലെ മുസ്ലിം സമുദായം മനസ്സിലാക്കിക്കോ ഇല്ലേ. ആ ജനപത് 10 ആർക്ക് വേണ്ടിയാ തുറന്നു കൊടുത്തത്? പോറ്റിക്ക് വേണ്ടി തുറന്നു കൊടുത്തു ഇല്ലേ. എന്നിട്ട്
ഇവര് പറഞ്ഞ ഒരു കാര്യം കൂടി സാന്ദർഭികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്താ പറഞ്ഞത് അടൂർ പ്രകാശ്? ഒരു ചികിത്സക്ക് വേണ്ടി വന്നതാണ്. ഇതുപോലെ KPCCയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു സുധാകരൻ ഒരു ചികിത്സക്ക് വേണ്ടി പോയിരുന്നു. എവിടേക്കാ പോയെന്നാ നിങ്ങൾക്ക്? മോൺസൺ മാവുങ്കൽ. ലീഗും കോൺഗ്രസും മറന്നോ? മോൺസൺ മാവുങ്കലിനെ ഇപ്പൊ ജയിലില്ല, ജാമ്യം കിട്ടിഞ്ഞ് പുറത്തായിന്നും കറിഞ്ഞൂടാ. എന്തിനാണ്? ഒരു പീഡന കേസിലെ പ്രതിയായി. എന്നാൽ ഈ മോൺസൺ മാവുങ്കലിനെതിരെയുള്ള കേസ് എന്തായിരുന്നു അറിയാം നിങ്ങൾക്ക്? പ്രധാനപ്പെട്ട കേസ് പുരാവസ്തു ശേഖരങ്ങള് പലരിൽ നിന്നും വിലക്ക് വാങ്ങിയിട്ട് അത് വിൽക്കുക. പുരാവസ്തു ശേഖരം എന്ന് പറഞ്ഞ് അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കുക. അങ്ങനെയല്ലേ വാളും കുന്തും കസേരയും സിംഹാസനങ്ങളും ഇല്ലേ? ആ മോൺസൺ മാവുങ്കലിന്റെ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സുധാകരന്റെ ചിത്രം നമ്മൾ കണ്ടില്ലേ? ഏതോ രാജാവിന്റെ സിംഹാസനമാണ്, അതുപോലെ തന്നെ ചെങ്കോലാണ് എന്നൊക്കെ പറഞ്ഞ് പുരാവസ്തു വിൽക്കുന്ന ജോൺസൺ മാവുങ്കലിന്റെ വീട്ടിലാണ് KPCC പ്രസിഡന്റ് ചികിത്സക്ക് പോയതെങ്കിൽ എന്റെ വാക്കല്ല അടുത്തത് കേട്ടോ, മനസ്സിലാക്കിക്കോ. സുബ്രഹ്മണ്യൻ സ്വാമിയുടെ വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. ഇന്ത്യയിലെ പാർലമെന്റ് മെമ്പറായിരുന്ന BJP നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിട്ടുള്ളത് ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രിയങ്ക ഗാന്ധിയുടെ സഹോദരിക്ക് ഇറ്റലിയിൽ പുരാവസ്തു വിൽപ്പനയാണ്. ബാക്കി നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പോറ്റി കേറി എവിടെ എത്തിയെന്ന് കാലം തെളിയിക്കാതെ പോവില്ല. എന്താ കാരണം അറിയോ? സത്യത്തിന്റെ പുലിപ്പുറത്ത് കയറി അയ്യപ്പൻ വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ പമ്പ എന്ന് പറയുന്ന ആ മണ്ഡലത്തിൽ CPM-ന്റെ സ്ഥാനാർത്ഥി ജയിച്ചു കയറി. അയ്യപ്പൻ ജനിച്ച പന്തളം മുനിസിപ്പാലിറ്റി BJP-യുടെ കയ്യിൽ നിന്ന് ഇടതുപക്ഷം തിരിച്ചു പിടിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ സത്യത്തിന്റെ പുലിപ്പുറത്ത് കയറി അയ്യപ്പന് മെല്ലെ വരുന്നുണ്ട്. വന്നോളും, വെയിറ്റ് ആൻഡ് സീ.